ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പടക്കപ്പലുകൾ ഇറക്കി നമ്മുടെ കേരളത്തിലേക്ക് വന്നത് ഇതാ ഈ കുരുമുളക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. കുരുമുളകിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. നടത്തുന്നത് 75 വയസ്സായ ഒരു കർഷകനാണ്. സ്വാഗതം കൃഷിഭൂമിയിലേക്ക്. പാമ്പഴയുന്ന പോലെ ഒന്നിൽ നിന്ന് അടുത്തയിലേക്ക് നടന്ന് കയറുകയാണ് ഇവിടെ കുരുമുളക് വള്ളികൾ. നാഗപ്പതി എന്നാണ് പേര്, സർപ്പന്റൈൻ മെത്തേഡ്. പക്ഷേ ഇതൊന്നുമല്ല, വയനാട്ടിലെ കമ്മന ആലഞ്ചേരിയിലുള്ള നമ്മുടെ ബാലകൃഷ്ണേട്ടൻ കുരുമുളകിൻ്റെ കാര്യത്തിൽ ഒരു വിശ്വവിജ്ഞാന കോശമാണ്. ബാലകൃഷ്ണേട്ടാ, SLC വരെയാണ് പിന്നെ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. അത് കഴിഞ്ഞാൽ അച്ഛനോടൊപ്പം കൃഷിയിലേക്ക് ഇറങ്ങി. ഇങ്ങനെ എല്ലാ കൃഷിയിലും താല്പര്യമാണ്. നെൽകൃഷിയും പിന്നെ തോട്ടവിള, കുരുമുളക്, കാപ്പി, ഇതിലെല്ലാം താല്പര്യമാണ്. പക്ഷേ പ്രത്യേകിച്ച് എനിക്ക് കുരുമുളക് കൃഷിയോട് ഒരു പിന്നെ വല്ലാത്തൊരു താല്പര്യം. അത് അച്ഛൻ ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇറങ്ങി ചെയ്തുകൊണ്ട് അതിൽ അങ്ങനെ ഒരു താല്പര്യം വന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആകാശവാണി കോഴിക്കോട് നിലയം 1980 ഒരു കൃഷിപാഠ പരമ്പര പ്രക്ഷേപണം ചെയ്തിരുന്നു. ഞാൻ അതിൽ രജിസ്റ്റർ ചെയ്ത ഒരു ശ്രോതാവായിരുന്നു. പാഠഭാഗം തുടങ്ങിയത് മുതൽ ഞാൻ കൃത്യമായിട്ട് ആ പാഠഭാഗങ്ങൾ കേൾക്കുകയും അതിന് എനിക്ക് വരുന്ന സംശയങ്ങൾ ആകാശവാണിയായി ബന്ധപ്പെട്ട് അതിന് മറുപടിയും ലഭിച്ചുകൊണ്ടിരുന്നു. കൃത്രിമ പരാഗണത്തിലൂടെ പുതിയ ഇനം കുരുമുളക് എങ്ങനെ വികസിപ്പിച്ചെടുക്കാമെന്നുള്ളൊരു അധ്യായം ഉണ്ടായിരുന്നു. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. എന്നാൽ നമുക്കും ഈ പിന്നെ വയനാടൻ കുടികൾ, നല്ല മെച്ചപ്പെട്ട വയനാടൻ കുടികളൊക്കെ ഉള്ളതല്ലേ, ഇതുമായിട്ട് സംഘടനം ചെയ്ത് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമെന്നുള്ള ആ ഒരു പ്രചോദനത്തിലൂടെയാണ് ഞാൻ അതിനെ ഇറങ്ങിത്തിരിച്ചത്. ഇതിൽ പിന്നെ ചെറുവള്ളി എന്ന് പറഞ്ഞത് കുറച്ചുകൂടി നന്നായിട്ട് തിക്കായി മുളക് പിടിക്കുന്നൊരു ഇനമാണ്. അപ്പം എനിക്ക് തോന്നി ഇത് എലിംഗ പുഷ്പമുള്ളതാണ്, അതെടുത്തിട്ട് ഒന്ന് ക്രോസ് ചെയ്ത് ഒരു പുതിയ ഇനം ഉണ്ടായി നോക്കാമെന്ന്. അതിലാണ് തുടങ്ങിയത്. അങ്ങനെയാണ് തുടങ്ങിയ മെയ് ജൂൺ ആകുമ്പോഴത്തേക്ക് കുരുമുളക് പുതുമഴ പെയ്ത് തിരിയിടാൻ തുടങ്ങുമല്ലോ. തിരിയിടാൻ തുടങ്ങുന്ന അവസരത്തിൽ ഇതിന് പാരാഗണം ചെയ്യാൻ ആകുന്ന തിരിക്ക് തിരഞ്ഞെടുത്തിട്ട് പോളിത്തീൻ കൂട് വെച്ച് ക്ലിപ്പ് ചെയ്ത് വെക്കും. ക്ലിപ്പ് ചെയ്ത് വെച്ച് 7-ാം ദിവസം മുതൽ ഈ തിരിയിൽ പൂക്കൾ വിടന്നു തുടങ്ങും. ആദ്യമായിട്ടൊരു തിരി ഞെട്ടിൻ്റെ ഭാഗത്തുനിന്ന് പെൺപൂക്കളാണ് പാകമായി വരുന്നത്. ആ ഇതിലേക്ക് ഞാൻ ഈ പറഞ്ഞ പിതുകൊടിയായി തിരഞ്ഞെടുത്ത ചെറുവള്ളിയിൽ നിന്ന്, അത് ദിലിംഗ പുഷ്പമുള്ള ചെടിയാണ്, അതിൽ നിന്ന് ഒരു ഗ്ലാസ് ചെറിയ പാത്രത്തിലേക്ക് അല്പം ശുദ്ധജലം ചേർത്ത് എടുത്തിട്ട് ഇതിലേക്ക് സ്റ്റെറിലൈസ് ചെയ്ത സൂചി കൊണ്ട് ഈ പൂമ്പൊടി ഇതിലേക്ക് അടർത്തിയിടുകയാണ്. കുറേ പൂക്കൾ പിന്നെ പൂമ്പൊടി ശേഖരിച്ചിട്ട് നേർത്ത ബ്രഷ് കൊണ്ട് ഇതൊന്ന് ഇളക്കി ഈ മാതൃകൊടിയായിട്ട് തിരഞ്ഞെടുത്ത ഉതിരംകോട്ടയുടെ തിരിയിലേക്ക് ഇതിൻ്റെ കവറ് എടുത്ത് മാറ്റി അതിൻ്റെ തിരിയിൽ ഇങ്ങനെ നേർത്ത ബ്രഷ് കൊണ്ട് പുരട്ടി കൊടുക്കും. അങ്ങനെയുള്ള പരാഗണം തുടർച്ചയായിട്ട് 14 ദിവസം ചെയ്യണം. ഒരു തിരിയിൽ 14 ദിവസം കൊണ്ടേ ഇതിൻ്റെ പൂക്കളെല്ലാം വിരിഞ്ഞു തീരും. പിന്നെ ആ പരാഗണവും പൂർത്തിയാകും. അങ്ങനെ പൂർത്തിയായി കഴിയുമ്പോൾ ഈ കൂടെടുത്ത് മാറ്റും. ആ തിരിയിൽ കുരുമുളക് മണികളായി വളർന്നു വരും. ഇത് വളരെ ശ്രദ്ധിക്കണം. അന്നേരം വീണ്ടും ഒന്ന് കൂടിലാക്കി വെക്കണം. ചെറിയ സിപ്പപ്പിൻ്റെ കവർ പോലത്തെ കവർ ഇട്ടിട്ട് വെക്കണം. അല്ലെങ്കിൽ തിരിയിൽ നിന്ന് പക്ഷികൾ കൊത്തിപ്പൊറുകി പോകും. നമ്മൾ ചെയ്ത പണി വെറുതെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെ കവർ ചെയ്ത് മുളക് പഴുത്ത് വരുമ്പോൾ ആ പഴുത്ത മണികൾ ശേഖരിച്ച് 2-3 ദിവസം തണലത്തുണക്കും. തണലത്തുണങ്ങിയിട്ട് പോട്ടി മിശ്രിതം നിറച്ച ഇതുപോലത്തെ കവർ, കുറച്ചുകൂടി വലിയ കവർ എടുക്കാം. അതിലൊരു 4-5 വിത്ത് ഇങ്ങനെ പാവി ഇതുപോലെ നഴ്സറിയിൽ സംരക്ഷിക്കാം. അതിൽ നിന്ന് മുളച്ച് വരുന്ന തൈ പിന്നെ തിരഞ്ഞെടുക്കുന്നത് മാതൃകൊടിയെയും പിതൃകൊടിയെയും അപേക്ഷിച്ച് രണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ളൊരു സങ്കര ഓജസ്സോടു കൂടി വളർന്നു വരുന്ന തൈ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. രണ്ടിൽ നിന്നും ഇതായിട്ടൊരു കരുത്തോടു കൂടി വളരുമ്പോൾ ഇത് സംഘടനം നടന്നു നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ള തൈ സ്വീകരിക്കുക, അല്ലാത്തതിന് നമ്മൾ ഉപേക്ഷിച്ച് കളയും. കുറേ തൈ തോട്ടത്തിൽ നടും, പക്ഷേ ആയിരിക്കില്ല ഈ കരുത്തോടു കൂടി വളരുന്നതാണ് നമ്മൾക്ക് കിട്ടുന്നത്. അങ്ങനെ 92 എനിക്ക് ആദ്യമായിട്ട് അശ്വതി എന്ന് പറഞ്ഞ ഇനം കിട്ടി. അതോടൊപ്പം തന്നെ പരാഗണം ചെയ്താണ് കിട്ടിയതാണ് സുവർണ. ആ ഒരിനം കരിമുണ്ടയിൽ അതിൻ്റെ ആൺപൂക്കൾ നീക്കം ചെയ്യണം. ആദ്യം മാതൃകൂടിയായിട്ട് എടുത്ത ഇതിൽ ആ ആൺപൂക്കൾ നീക്കം ചെയ്ത് കളഞ്ഞിട്ട് ഈ ചെറുവള്ളിയുടെ പൂമ്പൊടി തന്നെ അതിലേക്ക് പരാഗണം നടത്തി.
അങ്ങനെയാണ് അങ്ങനെ രണ്ടിനം കിട്ടി. അത് 92-ലാണ് എനിക്ക് ആദ്യമായിട്ട് വിളവ് കിട്ടിയത്. അത് കിട്ടിയപ്പോൾ വിളവ് കിട്ടുമ്പോ എങ്ങനെയാ കൂടുതൽ ഉണ്ടായിരുന്നു? എന്താ നല്ല വിളവുണ്ട്, നിറഞ്ഞ് പിന്നെ തിരി നീളം, ആ തിരിയിൽ നിറച്ച് മണിപിടുത്തം, പന്നിയൂർ ഷേപ്പ് തന്നെ. അതുപോലെ പിന്നെ കൂമ്പിലുള്ള വ്യത്യാസം, അങ്ങനെ അത് കിട്ടി. നഴ്സറിയിൽ പുതിയ സങ്കരയിനങ്ങൾ തുടങ്ങിയിട്ട് 33 കൊല്ലായി. അതും പിന്നെ ഒരു കർഷകൻ സങ്കര ഇനത്തിൽ കൂടെ കൃത്രിമ പരാഗണത്തിലൂടെ ഒരു കർഷകൻ ഇങ്ങനെ വികസിപ്പിച്ചെടുക്കുന്നത് ലോകത്ത് തന്നെ ആദ്യം. പിന്നെ ഒരു ഇനം കൂടി വന്നു അല്ലേ, പ്രീതി കൂടി കണ്ടു. അതിപ്പോ അടുത്ത് 3-4 വർഷമൊക്കെ ആയിട്ടുള്ളൂ. പ്രീതിയുടെ എങ്ങനെയാ പ്രീതി കണ്ടുപിടിച്ചത് പിന്നെ കുറ്റിക്കൊടി എന്ന് പറഞ്ഞ ഒരു തിരുവിതാംകൂർ ഇനം കൊടിയാണ്. അത് അതിന്റെ പൂമ്പൊടി എടുത്തിട്ട് ഉദരംകോട്ടയെ തന്നെ ചെയ്തിട്ടാ കിട്ടിയ. ഇപ്പൊ നിങ്ങൾ നഴ്സറിയിൽ നിന്ന് തൈകൾ കൊടുക്കുന്നത് ഇപ്പോ നാഗപ്പതിയാണെന്ന് പറഞ്ഞു. അതെന്താ അതിന്റെ പ്രത്യേകത? എന്താ? വള്ളി വളർന്നു വരുന്നതിനനുസരിച്ച് പിന്നെ കവർ പോട്ടി മിശ്രം നിറച്ച കവർ വെച്ച് കൊടുക്കും. എന്നിട്ട് പച്ച ഈർക്കിൽ വളച്ച് കുത്തി കൊടുക്കുകയാണ് ഇങ്ങനെ. ഇതൊന്നും മുട്ട അമർന്ന് നിൽക്കാൻ വേണ്ടി. അങ്ങനെ പിന്നെ ഇത് വളർന്നു വരുമ്പോൾ ഈ രീതിയിൽ ഇത് വളർന്നു വരുമ്പോൾ ഒരു കുറെ അങ്ങ് പോയി കഴിയുമ്പോൾ ആദ്യത്തെ ഒരു 10-15 കൂട് നമുക്ക് മുറിച്ച് മാറ്റി. ഇതിലൊക്കെ എന്താ നിറച്ചേക്കുന്നത്? മണ്ണ് മാത്രമാണോ? മണ്ണല്ല, 2 ഭാഗം മണ്ണ്, 1 ഭാഗം മണല്, 1 ഭാഗം ചാണകപ്പൊടി. ഈ മുട്ടിൽ നിന്ന് വേരാണ് ആദ്യം കവറിന്റെ അടിവരെ വേരെത്തും. പിന്നെ നമ്മൾ 2 മാസം കഴിഞ്ഞ് മുറിച്ച് ഇത് വേർപെടുത്തി കഴിഞ്ഞാൽ ആ മുട്ടിൽ നിന്ന് ഇതുപോലെ തയ്യായി, കരുത്തുള്ള തയ്യായി. അതാണ് സാധാരണ രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു പുതിയ ഇനമൊക്കെ പിന്നെ ഉരുത്തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ചെന്തലയൊക്കെ കിട്ടി ചെന്തല നട്ട് പിടിപ്പിച്ചൊക്കെ വളർത്തിയെടുക്കാൻ, തൈകളൊക്കെ വേഗമാക്കിയെടുക്കാൻ വലിയ പ്രയാസമായിരിക്കും. ഇതല്ല, ഇത് കുറച്ച് മദർ പ്ലാന്റ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ ഇതിൽ നിന്ന് ഒരു വർഷം ഒരു ചെടിയിൽ നിന്ന് ഒരു 65 തൈകൾ വരെ നമുക്ക് ഒറ്റ ചെടി ഈ പോകുന്നതിൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാം. വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുരുമുളക് പണ്ട് തൊട്ടേ കേരളത്തിലെ വയനാട്ടിലെ കുരുമുളകാണ്. വയനാട്ടിലെ എന്നും പിന്നെ കൂടിയ മാർക്കറ്റ് നിലനിന്ന് വരുന്നത് വയനാടൻ കുരുമുളകാണ്. ബോൾഡ് സൈസും ഈ എരിവിലും എല്ലാം കൂടെ അതതിൻ്റെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ട് പിന്നെ ഇങ്ങോട്ട് സാധാരണ പണ്ടൊക്കെ നമ്മള് ഈ മുരിക്കുമ്മലൊക്കെയാണ് അല്ലേ കയറ്റി. അന്ന് മുരിക്കാണ് തോട്ടത്തിലെ. മുരിക്കില്ലാതായി. കുറച്ചു കാലം ശീമക്കൊന്ന ഉപയോഗിച്ചു. ശീമക്കൊന്നൊന്നും അത്ര പ്രയോജനമല്ല. നമുക്ക് താങ്ങലായി നട്ടു വളർത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലത് പയ്യാനി എന്ന് പറയുന്ന പലകപ്പയ്യാനി എന്നൊക്കെ പറയും. ആ സാധനം ആഴാന്തൽ എന്ന് പറയും. അത് നടാം. മട്ടി എന്നൊക്കെ പറയുന്നൊരു മരം, അതിനും വേറെ എന്തോ ഒരു കൂടി പേരുണ്ട്. സോഫ്റ്റ് വുഡ് ആണ് അത്. സോഫ്റ്റ് വുഡ് തടിക്കാൻ അതും താങ്ങാലായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ തോട്ടത്തിലുള്ള മാവ് പ്ലാവ് ഇത് തന്നെ നമുക്ക് ചോല ശരിക്കും അതിൻ്റെ പിന്നെ നിയന്ത്രിച്ച് മാറ്റണം, വെട്ടിമാറ്റി ഒതുക്കിക്കൊണ്ടിരിക്കണം. എന്നാൽ ഇതൊക്കെ ഉപയോഗിക്കാം, നമുക്ക് എല്ലാ മരത്തിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം താങ്ങാലെല്ലാം പോയി കഴിഞ്ഞേരെ പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന നിലവിലുള്ള മാവ് പ്ലാവ് ഇങ്ങനെയുള്ളതിനൊക്കെയാണ് കൊടി കയറ്റുന്നത്. ചട്ടിയിൽ തന്നെ വെക്കാം എന്നുള്ളത് പറയുന്നുണ്ട്. ബുഷ് പേപ്പർ അതും ചെയ്യുന്നുണ്ട്. അതും ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നുണ്ട്. ഒരുപാട് പിന്നെ ആൾക്കാർ വരുന്നുണ്ട്. അവർക്കൊക്കെ ഞാൻ ഈ ഗ്രാഫ്റ്റിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ധാരാളം വരുന്നുണ്ട്. അവരെല്ലാം ഞാനിത് പഠിപ്പിച്ചു കൊടുക്കുന്നു. പിന്നെ എന്തെങ്കിലും ഒന്ന് ഇവിടുന്ന് പഠിക്കാതെ ആരും പോവില്ല. എന്തെങ്കിലും എന്നിൽ നിന്നൊന്ന് പഠിച്ചിട്ടേ പോകുന്നുള്ളൂ. പഠിപ്പിച്ചേ വിടുന്നു. രോഗങ്ങളാണ് നമുക്ക് മെയിനായിട്ട് കുരുമുളകിനെ ബാധിക്കുന്ന ഒന്ന് ദുതവാട്ടമാണ്. പിന്നെ ഈ കാലാവസ്ഥ വ്യതിയാനം ഇതെല്ലാം വന്നപ്പോൾ പിന്നെ മറ്റു പല രോഗങ്ങളും കീടങ്ങളും എല്ലാം ഇതിനെ ബാധിക്കുന്നുണ്ട്. അതായത് പിന്നെ മിലിബഗ് പോലെയുള്ള ഇതിൻ്റെ വേരൊക്കെ നശിപ്പിച്ച് കളയുന്നു. സാവധാനവാട്ടം, ദുതവാട്ടം, പിന്നെ രോഗങ്ങളാണ് ശൽക്ക കീടങ്ങൾ, പിന്നെ ഇലപ്പേന്, പൊള്ളുവണ്ട്, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളും കൊണ്ട് കുറേ കൃഷി നശിച്ചു പോകുന്നു. ഇതിന് പ്രധാനമായിട്ടും ജൈവ രീതിയിൽ ചെയ്യുന്ന ഇതിനാണ് ഈ ഇങ്ങനെയുള്ളതൊക്കെ വ്യാപിക്കും. രാസ വളങ്ങൾ ഉപയോഗിക്കുന്നതും കീടനാശിനികൾ ഉപയോഗിക്കുന്ന തോട്ടത്തിലൊന്നും ഇതത്ര മണ്ണിൽ വ്യാപിച്ചു വരില്ല. ഒരു കാലത്ത് നമ്മളെ മണ്ണിലുണ്ടായിരുന്ന കുമ്പളാണിത്. ആ കുമിള് ഒക്കെ നശിച്ചു പോയി. അതിനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുന്നത്. കഴിവതും ജൈവ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഫലപ്രദമാകും. അല്ലാത്ത തോട്ടങ്ങളിലൊന്നും ചെയ്യില്ല. ഈ ട്രൈക്കോഡർമയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ അതേ തോട്ടത്തിൽ തന്നെ കളനാശിനി ഉപയോഗിച്ചാൽ
പിന്നെ സ്ഥിതി എന്താണ്? മണ്ണിൽ ജീവാണുക്കൾ വേണ്ടേ? മണ്ണിലെ ജീവാണുക്കൾ നശിച്ചു പോകുന്നതുകൊണ്ടാണ് ഇതൊന്നും നമുക്ക് ഫലപ്രദമാവുന്നത്. ഞാൻ നോക്കിയത് അപ്പൊ ശരിക്കും മനസ്സിലാക്കി വരുമ്പോ നോക്കിയതായിരുന്നു. പക്ഷേ ഇവിടെ മണ്ണരെ കണ്ടു ഞാൻ. മണ്ണരയാണ് എനിക്കിപ്പോ ഒരു ദോഷമായി വരുന്നില്ല. മണ്ണര നമ്മളെ മണ്ണിന് ഏറ്റവും നല്ലതാണെങ്കിലും മണ്ണര കൂടിയിട്ട് എനിക്ക് ദോഷം ചെയ്യുന്നു. അതായത് നമ്മൾ ഒരു കുരുമുളക് കൊടിയുടെ ചോട്ടിൽ ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇക്കാലത്തെ മഴ പ്രത്യേകിച്ച് എനിക്കത് വല്ലാതെ ബാധിച്ചു. ഈ മണ്ണിര ധാരാളം ഇതിൻ്റെ കുരുപ്പ് കയറ്റിയിട്ട് നൈസായ ആ ചളി മണ്ണാണ് ഇതിൻ്റെ പുറത്തേക്ക് കൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ വേരും തണ്ടും അഴുകി പോവാ. മണ്ണിര ഏറ്റവും നല്ലതാണ് മണ്ണിന്, പക്ഷെ കൊടിക്കത് ദോഷമായിട്ട്. ഇപ്പൊ ഈ തോട്ടത്തിൽ കാണാം കുറെ കൊടികൾ പഴുത്തു നിൽക്കുക. ഈ ചുരൽമര ദുരന്തം ഉണ്ടായ ആ സമയത്തുള്ള കനത്ത മഴയ്ക്ക് ഈ മണ്ണിൽ നിന്ന് ഇത് ഇങ്ങനെ വന്നിട്ട് കൊടിക്കൊക്കെ ഒരു മരവിപ്പ്, മഴയങ്ങ് മാറിയപ്പോ ഒരു മരവിപ്പ് വന്നു. ഈ പേരുകൾ എങ്ങനെയാ ഇങ്ങനെ ഇടാൻ കാരണം? പേരിട്ടത് പിന്നെ അശ്വതിക്ക് ഞാൻ ഈ കുരുമുളക് കണ്ടുപിടിച്ചപ്പോൾ പന്നിയൂർ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ഒരു സയന്റിസ്റ്റ് ഇവിടെ വന്നു. അതായത് 1ാം കർഷക ശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുക്കാൻ എൻ്റെ ഇതൊക്കെ സ്വീകരിച്ചിട്ട് അങ്ങനെ ആ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി വന്നതാണ്. വന്നപ്പോൾ പറഞ്ഞു, ബാലകൃഷ്ണേട്ടൻ ഇങ്ങനെയൊക്കെ ഏതായാലും വികസിപ്പിച്ചെടുത്തു, ഇതിന് ഒരു പേര് കൊടുക്കണ്ടേ? ഇന്നുവരെ ഒരു പേര് കൊടുത്തിട്ടില്ലല്ലോ, നിങ്ങൾ ഏതായാലും ഒരു പേര് ഇതിന് ഇപ്പം തന്നെ പറയണമെന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഞാൻ അതിന് പെട്ടെന്ന് എൻ്റെ ഇതിൽ വന്ന് അശ്വതി എന്ന് പേര് കൊടുത്തു. എൻ്റെ ജന്മനക്ഷത്രമാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് അശ്വതി എന്ന് പേര് കൊടുത്തു. പ്രീതി എന്ന് പറഞ്ഞത് ഇത് ജനങ്ങൾക്കിടയിൽ നല്ല പ്രീതി ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെ പ്രീതി എന്ന് കൊടുത്തു. അങ്ങനെ ഭാഷയുടെ ഇപ്പൊ വാങ്ങാൻ വരുന്ന ആൾക്കാരോട് ഇപ്പൊ ഓരോ സ്ഥലത്തിനും പറ്റിയത് ഓരോ തരമൊക്കെ ആയിരിക്കുമല്ലോ. ഇതിൽ ഏതാണ് ഭാഷയുടെ ഗ്യാരണ്ടി? എല്ലാം ഉണ്ട്, എന്നാലും വ്യത്യാസം ഭാഷയുടെ പറയുന്നത് ശരിയല്ല. എന്നാലും വാങ്ങുന്ന ആൾക്ക് ഏറ്റവും നല്ലത് ഏതാ? അപ്പൊ ചില ആൾക്കാർക്ക് തിരി നീളമുള്ളതാണ് ഇഷ്ടം, ചില ആൾക്കാർക്ക് വിളവ് കിട്ടിയാൽ മതി, ഏത് ഇനത്തിൽപ്പെട്ടാലും കുഴപ്പമില്ല. അപ്പോൾ രണ്ടും കൊണ്ടു. പിന്നെ തിരുനീളമുള്ളവർക്ക് പന്നിയൊരു കൊടുത്തോണ്ട് വാങ്ങി പറഞ്ഞു. ഞാൻ പറഞ്ഞ എല്ലാം ഗുണമൊന്നു തന്നെ. പിന്നെ ഈ വ്യത്യാസം എന്താ വെച്ചാൽ ഇതിന് കുറച്ച് ബോൾഡ് മണിയായിട്ട് തോന്നും, അശ്വതി എന്ന് പറഞ്ഞാൽ അത്. അപ്പോൾ ആ അശ്വതി വേണ്ടവർക്ക് അങ്ങനെ ഉണ്ട്. മറ്റേത് മണി കുറച്ച് ചെറുതാണ്, എന്നാലും മുളകിന് നല്ല തൂക്കവും വിളവും എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ പ്രതിരോധ ശേഷിയും ഉണ്ട് ഈ ഇനങ്ങൾക്കൊക്കെ. എന്ന് വെച്ചാൽ രോഗം വരില്ല എന്നല്ല, നല്ലൊരു കരുത്തുണ്ട് മറ്റു കൊടികളെ അപേക്ഷിച്ച്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയപ്പോഴും ബാലകൃഷ്ണേട്ടൻ വയനാട്ടിലെ 12 തരം കുരുമുളക് എന്നുള്ളത് അതൊക്കെ അതുകൊണ്ട് അത് കളഞ്ഞാൽ പിന്നെ പോയില്ലേ. നമുക്കിത് എന്നും ഇത് നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ പേര് കേരളത്തിൽ തന്നെ ഈ കുരുമുളകിൻ്റെ പേരും പ്രത്യേകിച്ച് വയനാടൻ കൊടികൾക്കുള്ള പേരുണ്ടായത് ഈ വയനാടൻ ഇനങ്ങളുടെ ഗുണമേന്മ കൊണ്ടാണ്. അത് ഇവിടുത്തെ പിന്നെ വയനാടിൻ്റെ പ്രത്യേക കാലാവസ്ഥയിൽ ഉണ്ടായി വരുന്ന ഒരു ഗുണമാണത്. ആ കുരുമുളകിൻ്റെ എരിവ്, മണം, പിന്നെ ഇതിൻ്റെ ടൈപ്പുകൾ ഒക്കെ. അപ്പോൾ അത് നിലനിർത്തണം. നമ്മൾ ഈ പുതിയ ഇനങ്ങൾ ഇങ്ങനെ വ്യാപിച്ചു വരുമ്പോൾ ഇത് തീരെ പോവില്ലേ. നമ്മളെ നാടൻ നെൽവിത്ത് നശിച്ചു പോകും പോലെ ഇതും നശിച്ചു പോകേണ്ട എന്നുള്ള നിലയ്ക്ക് നമ്മളതിൻ്റെ നമ്മളെ തറവാട്ടിലൊക്കെ ഇത് എല്ലാ ഇനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്നും നശിച്ചു, അവിടെയൊക്കെ ഇപ്പോൾ പോയി. ഞാനതിൻ്റെ എല്ലാ ശേഖരം ഇത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതൊന്ന് വ്യാപിച്ചെടുക്കണം എന്നുള്ള ഇതിലാണ് കളിക്കുന്നത്. കുരുമുളക് മാത്രമല്ല, നമുക്ക് അടുത്ത വിശേഷം മഞ്ഞളിൻ്റെതാണ്. വയനാടൻ മഞ്ഞൾ മുറിച്ചതാണോ എന്നൊക്കെ സംശയം കേട്ടിട്ടില്ലേ സിനിമ പാട്ടില്? ഇതാണ് മുതല്. പക്ഷെ ശരിക്കുള്ള വയനാടൻ മഞ്ഞളല്ല, ഇത് 916 ആണ് അല്ലേ? സിനിമ പാട്ടിലൊക്കെ പറഞ്ഞു, വടക്കം പാട്ടുകളിൽ പറയും വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ എവിടുത്തെ പെണ്ണുകൾ എന്നൊക്കെ പറയുന്നില്ല. ആ വയനാടൻ മഞ്ഞളിന്റെ പ്രത്യേകത എന്താ? വയനാടൻ അത് ഈ നിറത്തിലുള്ള വ്യത്യാസമാണ്, നല്ല കളറിലുള്ള ആ ഒരു പ്രത്യേകത കൊണ്ടാണ്. പക്ഷെ നമ്മൾ മറ്റുള്ള മഞ്ഞളിനെ അപേക്ഷിച്ച് വിളവ് കുറവാണ്. ചെറിയ ചെറിയ പാവുകളായിരിക്കും. ഈ ഫിംഗർ പ്രിന്റ് ഇതൊക്കെ വരുന്നതൊക്കെ ചെറുതായിട്ടുണ്ടാവും. പക്ഷെ കാണാൻ സൂപ്പറായിരിക്കും മറ്റു മഞ്ഞളിനെയൊക്കെ അപേക്ഷിച്ച്. പക്ഷെ ബാലകൃഷ്ണേട്ടൻ പേറ്റന്റ് എടുത്തത് 916 നമ്മൾ വികസിപ്പിച്ചെടുത്ത അതിന്റെ ആ ഗുണവും നിറവൊക്കെ കണ്ടുകൊണ്ട് തന്നെ അന്നേരം തന്നെ ഞാനിട്ട പേരാണ് 916 മഞ്ഞളിന്. മാറ്റി വെച്ച് കളർപ്പില്ല. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ഈ മഞ്ഞൾ ഇനങ്ങളൊക്കെ ഞാൻ കൃഷി ചെയ്തിരുന്നു. നാടനുണ്ട്, വയനാടനുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഇത് കൃഷി ചെയ്യാന്നല്ലാണ്ട് ഇതിനൊന്നും ഒരു നല്ല വില കിട്ടാത്തതുകൊണ്ട് ഈ വിളവെടുക്കാതെ ഇങ്ങനെ തോട്ടത്തിൽ ഉപേക്ഷിച്ച പോലെ കിടക്കുമായിരുന്നു. ഒരു കൊല്ലം വില വന്നപ്പോൾ ഈ മഞ്ഞൾ പിന്നെ എല്ലാം ഒന്ന് പറിച്ചെടുത്ത് വേരൊക്കെ കളഞ്ഞ് ഒരുക്കുമ്പോൾ ഒരു ചോട് മാത്രം ഈ എല്ലാത്രയും മഞ്ഞളിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ചോട് മാത്രം ഒരു പ്രത്യേകതയ്ക്ക് കിട്ടി. ആ മഞ്ഞൾ അതങ്ങനെ തന്നെ പൊട്ടിച്ചു പോകുമ്പോൾ നല്ല കളറ്.
അതവിടെ മാറ്റി വെച്ചു. ഇത് നല്ല 916 ആണല്ലോ എന്ന് അന്നേരം തന്നെ ആ പേര് കൊടുത്തു. നല്ല കളർ കണ്ടു. അത് മാറ്റി വെച്ച് കൃഷി ചെയ്തു. കൃഷി ചെയ്തിട്ട് വിളവെടുത്ത് നോക്കുമ്പോൾ ഇതേപോലെ തന്നെ വിളവ് നല്ല തുടർന്ന വിളവ് കിട്ടുന്നു. പിന്നെ കുറച്ച് ഭാഗം പറിക്കാതെയും വെച്ചു. പറിക്കാതെ വെച്ച് ഈ പുതുമഴ പെയ്ത് ആദ്യം ഇതിന് മുള വരുമ്പോൾ ഒരു മുളയും പിന്നെ അതിൻ്റെ ചുവട്ടിൽ നിന്നൊരു പൂവും കടന്നു വരും. ഈ മഞ്ഞൾ പൂവ് പിന്നെ സൂക്ഷിച്ച് നിർത്തിയിട്ട് പിന്നെ മഞ്ഞൾ ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ഇതില്ലേ പൂ ഇങ്ങനെ ഏതളി പറിച്ച് ചീന്തി നോക്കുമ്പോൾ അതിൽ നിന്ന് വിത്ത് കിട്ടി. ആ വിത്ത് പിന്നെ ഇങ്ങനെ മഞ്ഞളിൽ നിന്ന് വിത്ത് കിട്ടുക വളരെ അപൂർവമായി കിട്ടുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം വിത്ത് കിട്ടിയപ്പോൾ ഞാനിത് കൃഷിഭവനിലൊക്കെ കൊണ്ട് കാണിച്ചു. പ്രിൻസിപ്പൽ കൃഷി ഓഫീസിലും അമ്പലവയലിൽ ഇങ്ങനെ വിദഗ്ധന്മാരെല്ലാം കാണിച്ചിട്ട് പിന്നെ അതേ വിത്ത് തന്നെ ഞാൻ ഗ്രോ ബാഗിൽ പാകി മുളപ്പിച്ച് തൈയാക്കി വീണ്ടും നിരീക്ഷിച്ച് നോക്കുമ്പോൾ ഇതേ ഗുണം തന്നെ ഇതേപോലെ തന്നെ ചുവടുണ്ടാകും. 2 വർഷം അത് വളർന്നു വരുന്ന ചെറിയ ആദ്യത്തെ വിത്ത് മുളച്ചതായി വരുമ്പം ഇന്നത്തെ വർഷം അതൊക്കെ ചെറിയ ഇതായിരിക്കും. അങ്ങനെ 2 വർഷം കഴിയുമ്പോഴേക്കും ഇത് നല്ല വലിപ്പമുള്ള പാവായി. ഞാനത് മനസ്സിലാക്കുന്നത് ഈ കുഴിക്കാതെ ഇങ്ങനെ നിർത്തിയപ്പോൾ ഏതോ തരത്തിൽ ഈ ഇത് ഒന്നിച്ച് പൂ വിരിയുമ്പോൾ എങ്ങനെ പരാഗണം നടന്നിട്ടുണ്ടാകും. പ്രകൃത്യാ നടന്ന ഒരു പരാഗണമായിരിക്കുന്നു വിചാരിക്കുന്നു. ആ ഇനത്തിനെ കണ്ടെത്താൻ പറ്റിയെന്നുള്ളതും അത് വളർത്താൻ പറ്റിയെന്നുള്ളതാണ് ഭാഗ്യം. അത് തന്നെ, വളർത്താൻ പറ്റിയെന്നതാണ് ഭാഗ്യം. ചെറിയ ഒരു ചോടാണ് ഈ കാണുന്നത്, ചെറിയൊരു ചോട്. നല്ലപോലെ പിന്നെ മണ്ണിൽ എടുത്തു കഴിഞ്ഞാൽ വിളവെടുത്തു കഴിഞ്ഞാൽ 1.5 കിലോ ഒരു ചോടിന് കിട്ടും. നേരെ മറിച്ച് അതൊരു ചാക്കിലോ ഗ്രോ ബാഗിലോ ആണെങ്കിൽ 3.5 കിലോ വരെ കിട്ടും. ഇങ്ങനത്തെ ഒരു കട നട്ടാൽ തന്നെ വളം പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ഒന്നും വേണ്ട. നമ്മൾ പിന്നെ മണ്ണിലാണ് നടുന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു തൂമ്പയോണ്ട് ഒരു കൊത്തു കൊത്തി അതിലേക്ക് ഒരു വിത്താണെങ്കിൽ വിത്ത് ഇതുപോലുള്ള വിത്ത് എന്ന് പറയും. ഇതിനാണ് കട എന്ന് പറയും, തടാന്നൊക്കെ പറയും. അത് നട്ടിട്ട് കുറച്ച് ചാണകപ്പൊടി അതിൻ്റെ മേലെ ഇടുക, തട്ടി മണ്ണും തട്ടിയിട്ട് കുറച്ച് കരിയിലൊക്കെ മുകളിലേക്ക് ഇട്ട് വെച്ചാൽ അത് തന്നെ വേണം. വേറെ രാസവള പ്രയോഗം മരുന്ന് കളിയോ ഒന്നും വേണ്ട ഇതിന്. ഇത് 2 നിറം കാണുന്നുണ്ടല്ലോ മഞ്ഞൾ. ഇത് 2 നിറം കാണുന്നത് ഇതേപോലെ നമ്മൾ പുഴുങ്ങി ഉണക്കി എടുത്ത് പിന്നെ മില്ലിൽ കൊണ്ട് പൊടിപ്പിച്ചാൽ പുഴുങ്ങി ഉണക്കിയതാണ്. പുഴുങ്ങി ഉണക്കിയ മഞ്ഞളാണത്. അങ്ങനെ ഉണക്കിയത് നമ്മൾ ആ വീട്ടാവശ്യത്തിന് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചുകൊണ്ടിരും. അങ്ങനെ കിട്ടുന്ന കളറാണ് ഇത്. ഓറഞ്ച് കളറിന് ആ മഞ്ഞ കളറ്. ഇത് ഇതേ മഞ്ഞൾ തന്നെ നമ്മൾ വെറുതെ നല്ലപോലെ കഴുകണം. ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞുണക്കുക. വട്ടത്തിൽ അരിഞ്ഞ് ഉണക്കിയിട്ട് നല്ലപോലെ ഉണക്കി സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് അത് മില്ലിൽ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ കളർ കിട്ടും. ഇതിൽ ഇങ്ങനെ വരുമ്പോൾ പിന്നെ കുർക്കുമിൻ നഷ്ടപ്പെടുന്നില്ല, ഇതിൽ ഒട്ടും നഷ്ടപ്പെടുന്നില്ല. അതാണ് നമ്മൾ മരുന്നാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന നമ്മളെ ആയുർവേദ മരുന്നുകളിലൊക്കെ മഞ്ഞൾ ഒരു പ്രധാന ഘടകം. അതിനൊക്കെ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള മഞ്ഞളാണ്. ഞാനിപ്പോൾ എപ്പോഴും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ മഞ്ഞൾപ്പൊടി ഒരു ഗ്ലാസ് തിളച്ച വെള്ളത്തിലിട്ട് അതാ രാവിലെ കഴിക്കുന്നത്. വെറും പറ്റില്ല. അതുകൊണ്ട് ശരീരത്തിലെ ഒരുവിധമുള്ള അസുഖങ്ങൾക്കെല്ലാം ഇത് നല്ലതാണ്. പിന്നെ നമ്മളെ ഇതില്ല കൊളസ്ട്രോള് ഇങ്ങനെയുള്ളതിനൊക്കെ കഫക്കെട്ട് ഇതിനെല്ലാം പിന്നെ ഒരു നുള്ളിട്ടാ ഒറ്റ നുള്ളി ഇട്ടാ മതി. രോഗപ്രതിരോധ ശേഷിക്ക് മഞ്ഞൾ നല്ലതാ. വല്ലാണ്ട് കലക്കി കുടിക്കാൻ പറ്റില്ല. ഒരു നുള്ളി ഒറ്റ നുള്ളി കിട്ടി. അത് ഇങ്ങനെ ഒരു പുതിയ ഇനം നമ്മൾ വികസിപ്പിച്ചെടുത്തേരെ ഇതിനായിട്ട് അപേക്ഷിച്ച് പിന്നെ സയൻറ്റിസ്റ്റുകൾ IASR എന്നുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ വന്നു നോക്കി ഇതിൻ്റെ വിളവും ഗുണവും ഇതെല്ലാം അറിഞ്ഞ് പിന്നെ കൊടുത്ത് 2017 കൊടുത്തത്. കിട്ടിയത് ഈ വർഷമാണ്. പിന്നെ 7 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ 916 ആണ്. കളിക്കരുത്, പേറ്റന്റ് ഉണ്ട്. കടലും കടലാടിയും പോലെയെന്ന് കേട്ടിട്ടില്ലേ? കടല് കണ്ടിട്ടുണ്ടാവും. ഇയാളാണ് ആ കടലാടി. കടലാടി 2 തരണ്ട്. ഇത് ചെറുകടലാടി, ഇത് വൻകടലാടി. ഇതിന് 2നും ഔഷധ ഗുണമുണ്ട് അല്ലേ? 2നുണ്ട്. എന്തൊക്കെയാ ഇതിന്റെ പറയാറ്? പിന്നെ ചെറിയ കുട്ടികൾക്ക് കരപ്പൻ ചൊറിയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ചൊറിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിന്റെ പിന്നെ തണ്ടോട് കൂടി വെള്ളമിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ കുളിപ്പിച്ചാൽ മതി. കുളിപ്പിക്കും. അന്നേരം ഇതിന് വേദന ഉണ്ടാവും, മുകളിൽ ഉണങ്ങിക്കോളും. ഇത് ഈ വാദമൊക്കെ മാറാൻ ഈ വൻകടലാടി അരച്ചിട്ടാ മതി എന്നൊക്കെ പറയാറ് എന്ന് പറയുന്നുണ്ട്. എല്ലാം എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ എനിക്ക് അറിയുന്നത് ഇപ്പം ഈ സാധനം നല്ലപോലെ അരച്ച് കുഴമ്പാക്കിയിട്ട് മുട്ടിന് വരട്ടാൻ മുട്ടുവേദനയ്ക്കൊക്കെ ശമനം കിട്ടും.
ഇവിടെ 127 തരം ഔഷധ ചെടികളുണ്ട്. നട്ടതും നടാത്തതുമായിട്ട് 127 തരം ഔഷധ ചെടികൾ എൻ്റെ ഈ പറമ്പിലുണ്ട്. ഇതിന്റെയൊക്കെ ജൈവ വൈവിധ്യ രജിസ്റ്റർ സൂക്ഷിക്കുന്നുണ്ട് ഞാൻ. ജൈവ കൃഷിയാണ്, ജൈവ വൈവിധ്യ സംരക്ഷണം കൂടിയുണ്ട്. അതിൽ എല്ലാം രജിസ്റ്റർ സൂക്ഷിച്ചു. ആ ഇതിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം ഉണ്ട് എന്നൊക്കെ ഉണ്ട്. 27 തരം. ഇത് കൂടാതെ നമ്മൾ കണ്ടത് ഇത് ഭാഷയുടെ കയ്യിലെന്തോണ്ടല്ലോ, ഇത് ആണ് അയ്യമ്പന എന്ന് പറയും. പിന്നെ ഈ മൂലക്കുരു പോലുള്ള അസുഖങ്ങൾക്ക് ഇതിന് വേറൊരു പേര് നാഗവെറ്റില എന്നൊരു പേരും കൂടി. ശരിയല്ലേ? ഇത് അരച്ച് കഴിച്ചാൽ മതി. അരച്ച് പുരട്ട. ഇതിന് കഴിക്കുകയും ചെയ്യാൻ തോന്നുന്നു. എനിക്ക് അതിന്റെ കൃത്യമായിട്ട് ഇത് പുരട്ടും ചെയ്യും. പുറത്ത് അത് അങ്ങ് പോയിക്കൊള്ളുന്ന പറയുന്നത്. തൊഴുകണ്ണി എന്ന് പറയും. പിന്നെ രാമനാമ ചെടി എന്നും പറയും. ലോക ശ്രേയസിനായി ഇത് കൈകു പിന്നെ ഇത് പ്രാർത്ഥിക്കുന്നതാന്നാ പറയുന്നത് കണ്ണി. അതല്ല, നമ്മള് ഈ ചെടിയുടെ സാമീപ്യം പിന്നെ നമ്മള് എത്തിക്കഴിഞ്ഞാല് ഇതിന്റെ ഈ കണ്ണിയിൽ നിന്ന് ഇതിങ്ങനെ കൂമ്പി വരും. അത് നമ്മൾ നോക്കി നിൽക്കാൻ തന്നെ അത് വിടർന്നും വരും. ഈ കണ്ണിയാണ് കൂമ്പിളു എന്ന് പറയും. അതായത് നമ്മൾ ഇത് തൊടുമ്പോ ഇങ്ങനെ കൂമ്പി പോകുന്നത്. ഈ വലിയ ചെടിയോട് ചേർന്നുള്ള വലിയ ഇലയോട് ചേർന്നുള്ള ചെറിയ കണ്ണികളാണ് കൂമ്പി വരിക. അതുകൊണ്ടാണ് തൊഴുകണ്ണി എന്ന് പറയുന്നത്. അത് കണ്ണാണ്. ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകൾക്ക് ആവശ്യമുണ്ട്. എനിക്ക് അറിയുന്ന ദുർമേധസ് കുറയ്ക്കാൻ ഇതിന്റെ മരുന്ന് ചേർന്ന മരുന്ന് ഉപയോഗിക്കാം. ശരിക്കും അപ്പൊ ഇതൊരു ഔഷധത്തോട്ടം കൂടിയാണ്. അതിൽ കുരുമുളകിന്റെ മഞ്ഞളിന്റെ പേറ്റന്റ് എടുത്തിട്ടുള്ളൂ. ബാക്കി പേറ്റന്റ് എടുക്കാൻ നേരം കിട്ടിയില്ല. ഈ ആയുർവേദ ചെടികളിൽ ഒരുപാട് നമ്മളെ കണ്ണിന്റെ മുമ്പിൽ പെടുന്നതെല്ലാം ഒന്നല്ലെങ്കിൽ ഒന്ന് ഔഷധ വീര്യമുള്ളതും ഗുണമുള്ളതാണ്. അത് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ സംരക്ഷിച്ചല്ലേ പറ്റൂ. അതിനു വേണ്ടി കൂടിയാണ്. എൻ്റെ അടുത്ത് വരുന്നവർക്ക് കുറച്ച് ഇതിനെ കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കറിയുന്ന മരുന്നിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഇതാവട്ടെ. എല്ലാം ചെടികളെ കുറിച്ച് അറിയോ? ഇന്നത്തെ കുട്ടികൾക്കൊന്നും അത് അറിയില്ല. അപ്പോൾ അങ്ങനെ അറിയാം. അപ്പോൾ ഈ തൊഴുകണ്ണിയുടെ ഈ കണ്ണുകൾ പോരെ നമ്മളും തൊഴുത് നിൽക്കേ പറ്റുള്ളൂ. ഈ വലിയ വിസ്മയങ്ങൾക്ക് മുന്നിൽ കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും.